സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാവുകയാണ്. രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് സൈബർ ഇടത്തിൽ കോൺഗ്രസുകാർ രംഗത്ത് വന്നു. ഇക്കൂട്ടർ തന്നെയാണ് രാജി ആവശ്യം ഉന്നയിച്ച ഉമാ തോമസ് MLA അടക്കമുള്ളവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. നേരത്തെ രാഹുലിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് താര ടോജോ അലക്സിനെതിരെയും സൈബർ ആക്രമണം വലിയ രീതിയിൽ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ഉമാ തോമസിനെതിരെയും സൈബർ ആക്രമണം നടക്കുന്നത്. കോൺഗ്രസ് അനുകൂല പ്രൊഫൈലുകളിൽ നിന്ന് തന്നെയാണ് ആക്രമണം കടുക്കുന്നതും. ഫേസ്ബുക്ക് വഴിയും വാട്സപ്പിലൂടെയും ഉമാ തോമസിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് രാഹുൽ അനുകൂലികൾ. PT-യുടെ മരണശേഷം MLA ആയതാണ് നിങ്ങൾ. രാഹുലിനെ പോലെ പ്രവർത്തന പരിചയമില്ലെന്നാണ് ഈ കൂട്ടരുടെ വിമർശനം. വിമർശനം മാത്രമല്ല, അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോണം തള്ളേ എന്നൊരു ഭീഷണിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് ആവശ്യപ്പെട്ടത്. രാഹുൽ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല. പുറത്താക്കാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾ കാണിക്കണം. രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു. മറ്റ് പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതല്ല പരിഗണിക്കേണ്ടത്. കോൺഗ്രസ് എന്നും സ്ത്രീകളെ ചേർത്ത് പിടിച്ചിട്ടേയുള്ളൂ. ആദ്യം തന്നെ കോൺഗ്രസ് വളരെ നല്ല നിലപാടാണ് എടുത്തത്. ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും മാറ്റി സ്ത്രീകളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇങ്ങനെ ഒരാൾ പാർട്ടിയിൽ വേണ്ടെന്നും ഉമാ തോമസ് അറിയിച്ചിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്താണ് MLA സ്ഥാനത്ത് എത്തിയത്. ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വത്തോടെ രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ആരോപണം തെറ്റാണെങ്കിൽ ആ നിമിഷം തന്നെ മാനനഷ്ടക്കേസ് കൊടുക്കാമായിരുന്നു. അതില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ശരിയാവണമെന്നാണ് കരുതുന്നത്. ഈ മൗനം ശരിയല്ല. ഉത്തരവാദിത്വത്തോടു കൂടി മാറി നിൽക്കുക തന്നെ വേണം. പാർട്ടി രാജി ആവശ്യപ്പെടുക തന്നെ വേണമെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട ഉമാ തോമസ് MLAയ്ക്കും വനിതാ നേതാക്കൾക്കുമെതിരായ സൈബർ ആക്രമണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുകയാണ്. ജനാധിപത്യത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഇടം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ജനപ്രതിനിധികളെ ലക്ഷ്യമിട്ട സ്ത്രീവിരുദ്ധവും അപമാനകരവുമായ ആക്രമണം തന്നെയാണ്. അടങ്ങി വീട്ടിലിരിക്കണം എന്ന വാക്കുകൾ പറയുന്നവർ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ ഇടപെടലിനെ തന്നെ ചോദ്യം ചെയ്യുന്നവരാണ്. കോൺഗ്രസ് സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന പാർട്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ സ്വന്തം വനിതാ നേതാക്കൾക്കെതിരെ തന്നെ പാർട്ടിയുടെ അനുയായികൾ ഇത്തരം ആക്രമണം നടത്തുമ്പോൾ അത് പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളെയും ധാർമ്മിക നിലപാടിനെയും തകർക്കുന്ന സംഭവം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് പാർട്ടി തന്നെ അംഗീകരിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുലിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടികൾ. എന്നാൽ പാർട്ടി അനുകൂലികൾ സൈബർ ആക്രമണങ്ങളുമായി രംഗത്ത് വരുന്നത് രാഷ്ട്രീയത്തെയും സംഘടനാ അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുന്ന പ്രവണത തന്നെയാണ്. പാർട്ടിക്കകത്ത് വിമർശനം ഉയർന്നാൽ സംസ്കാരത്തോടെ പ്രതികരിക്കാൻ കഴിയാത്തതും സോഷ്യൽ മീഡിയയെ ആയുധമാക്കിയും രാഷ്ട്രീയ സംസ്കാരം തകർക്കുന്ന രീതിയിൽ ജനാധിപത്യത്തിനുള്ള വെല്ലുവിളി മാത്രമാണ്. കൂടാതെ ആരോപണങ്ങൾ സത്യസന്ധമല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് കോടതിയും നിയമവും കൂടെയുണ്ട്. എന്നാൽ വിമർശകരെ താഴ്ത്തിക്കൊണ്ട് വ്യക്തിപരമായ ആക്ഷേപങ്ങളും ഭീഷണികളും നടത്തുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് രാഷ്ട്രീയ ദുർബലതയുടെ പ്രകടനം മാത്രമായിട്ടേ കാണാൻ കഴിയൂ. രാഷ്ട്രീയ ഉത്തരവാദിത്തമോ ധാർമ്മിക ബോധമോ അല്ല. രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തുന്ന പ്രവണത കേരള രാഷ്ട്രീയത്തിലെ പുതിയ രോഗലക്ഷണമാണെന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യൽ മീഡിയയിലെ ആക്രോശങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ ധാർമ്മിക ചായം കളയുന്നതിന് മാത്രമേ സഹായിക്കൂ. പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്താൻ ഒരിക്കലും കഴിയില്ല. ഉമാ തോമസിനെയോ മറ്റു വനിതാ നേതാക്കളെയോ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പാർട്ടിയുടെ സ്ത്രീ സൗഹൃദം എന്ന മുദ്രാവാക്യത്തെ തന്നെ പരിഹസിക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ നിലപാടുകളെ വിമർശിക്കുക സ്വാഭാവികം. പക്ഷേ വിമർശനത്തിന് മറുപടി ഭീഷണികളായാലോ അത് ജനാധിപത്യത്തിന്റെ പരാജയം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യാം.
ഉമാ തോമസിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് താര ടോജോ അലക്സിനെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. കടുത്ത അശ്ലീല പരാമർശങ്ങളും ഇക്കൂട്ടർ വനിതാ നേതാവിനെതിരെ ഉയർത്തുന്നുണ്ട്. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിച്ച് സീറ്റ് ഒപ്പിക്കാൻ നോക്കിയ യൂദാസിന്റെ സ്ത്രീ രൂപത്തെ കോൺഗ്രസിന്റെ എല്ലാ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നും തൂക്കിയിട്ടുണ്ട്. ഇനി ഓള് സ്ഥിരമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പോൺ കുമാരനുമായി ചേർന്ന് ഗ്രൂപ്പുകൾ തുടങ്ങി അവിടെ ചർച്ചിക്കട്ടെ എന്ന് തീരുമാനമെടുത്ത സുഹൃത്തുക്കൾക്ക് അഭിവാദ്യങ്ങൾ എന്നിങ്ങനെ പോകുന്നു നല്ലവരെന്ന് സ്വയം അഹങ്കരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വിമർശനങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് താര ടോജോ അലക്സ് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് ദീർഘമായൊരു കുറിപ്പ് ഫേസ്ബുക്കിലിട്ടത്. പാർട്ടിയിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണുകേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നും ക്രൈമുകൾ ചെയ്യുമ്പോൾ രണ്ടാമതൊരു ചിന്ത ഇല്ലാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രേരിപ്പിച്ചത് എന്താണെന്നും താര ഫേസ്ബുക്കിലൂടെ ചോദ്യമുയർത്തിയിരുന്നു. ഇത് വിവിധ മാധ്യമങ്ങളിലും വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾക്കെതിരെ ഒരു അടിച്ചമർത്തലും ശക്തമായ സൈബർ ബുള്ളിങ്ങും നടക്കുന്നുണ്ട് എന്നതാണ് ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഉമാ തോമസിനെയും താര ടോജോ അലക്സിനെയും എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടുത്ത ആക്രമണം. അതും പാർട്ടിയുടെ ചില പ്രവർത്തകർ തന്നെ. ഇവർക്ക് നേരെ അശ്ലീല പരാമർശങ്ങളും വ്യക്തിപരമായ അപകീർത്തികളും നടത്തുന്നുവെന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര സംസ്കാരത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. താര ടോജോ അലക്സ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളെ പറ്റി തുറന്നു പറഞ്ഞത് കൊണ്ടാണ് ആക്രമണം ശക്തമായത്. വിമർശനം ഉന്നയിക്കുന്നവരെ പാർട്ടിക്കുള്ളിൽ തന്നെ തൂക്കുക പോലുള്ള ഭാഷ ഉപയോഗിച്ച് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുന്നത് വ്യത്യസ്ത നിലപാടുകൾക്ക് അവസരം ഇല്ലെന്നതിന്റെ തെളിവ് കൂടിയാണ്. പല പാർട്ടികളിലും കാണുന്ന പോലെ കോൺഗ്രസിനകത്തും യുവ വനിതാ നേതാക്കൾക്ക് പാർട്ടി സംസ്കാരത്തിലെ പുരുഷാധിപത്യവും സെക്സിസവും നേരിടേണ്ടി വരുന്നുണ്ട്. അതും ഇവിടെ വ്യക്തമാവുകയാണ്. നേതൃനിരയിൽ നിന്നും ശക്തമായ ഇടപെടലോ സംരക്ഷണമോ ലഭിക്കുന്നില്ലത് ഈ ആക്രമണങ്ങളെ സാധാരണ രാഷ്ട്രീയമെന്ന് ചിലർ കാണുന്നുവെന്ന ആശങ്ക തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരം ക്യാമ്പയിനുകൾ സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ശക്തികളായി പ്രവർത്തിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം വീമ്പു പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും ഒരു സ്ത്രീക്കും സ്വാതന്ത്ര്യം എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്.